അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ആമുഖവും മുഖവുരയും പരിചയപ്പെടുത്തലൊന്നും ആവശ്യമില്ലാത്ത ഒരു അതിഥി എൻ്റെ കൂടെയുണ്ട്. നമസ്കാരം, സ്വാഗതം ഷുക്കൂർ വക്കീൽ. നമസ്കാരം, താങ്ക് യു വെരി മച്ച്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ ഇന്നലെ താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം ചർച്ച ചെയ്യണം എന്ന് തീരുമാനിച്ചത്. ഇന്ന് അതിൻ്റെ ഒരു പുരോഗതി, പുതിയൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് വാർത്തകളിൽ നിന്നൊക്കെ അറിഞ്ഞു. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. താങ്കൾ പുതുതായിട്ട് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നൽകിയ ഒരു റിട്ട് പരാതി, അത് കോടതി തള്ളി എന്ന ഒരു വാർത്തയാണ് ഇന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പരാതിയും താങ്കളുടെ പ്രയറും താങ്കളുടെ ആശങ്കകളും പൊതുസമൂഹത്തോട് അല്ലെങ്കിൽ കോടതിയുടെ മുമ്പാകെ താങ്കൾ കൊണ്ടുവരാൻ ശ്രമിച്ച കാര്യങ്ങളും അതൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നതിന് മുൻപ് എന്താണ് ഇന്ന് കോടതിയിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് താങ്കളുടെ പരാതിക്ക് സംഭവിച്ചത്, എന്താണ് അതിനെ തുടർന്നുള്ള താങ്കൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതികരണം, എന്താണ് പൊതുസമൂഹത്തിൽ നിന്നുള്ള ഒരു പ്രതികരണം, അതൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. പ്രതികരണം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും രണ്ടു തരത്തിലുണ്ട്. ഇത് തീർത്തും ഞാൻ 1995 ജനുവരി തൊട്ട് അഭിഭാഷകനായ ഒരാളാണ്. ഒരു കേസ് തോക്കുന്നതും ജയിക്കുന്നതും അഭിഭാഷകൻ എന്നതിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സ്പിരിറ്റിൽ ഉൾക്കൊള്ളുന്ന ഒരാളാണ്. ഈ കേസിൽ നമ്മൾ ഒരു തിരിച്ചടി വന്നത് കൊണ്ട് നമ്മൾ അവസാനിക്കുന്നില്ല. ഇപ്പം കാസർഗോഡ് ഏറ്റവും പ്രമാദമായ ഒരു കൊലപാതക കേസാണ് റിയാസ് മൗലവി കേസ്. 2017 മുതൽ 2024 വരെ അതിന്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്ത ആളാണ്. ഒരു നിലക്കും ശിക്ഷിക്കാൻ പറ്റാത്ത തെളിവുകൾ ഹാജരാക്കിയിട്ട് ആ കേസിലെ 3 പ്രതികളെയും കോടതി വെറുതെ വിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് കോടതി എന്ന് പറയുന്നത് വ്യക്തികളാണ്. ഓരോ വ്യക്തികളുടെയും കാഴ്ചപ്പാടുണ്ട്. ഇപ്പം ബഹുമാനപ്പെട്ട ഡോക്ടർ ജയശങ്കർ നമ്പ്യാരാണ് ഇന്നത്തെ ബെഞ്ചിന്റെ ഹെഡ്. അദ്ദേഹമാണ് ജഡ്ജ്മെന്റ് എഴുതിയത്. അദ്ദേഹം ആ ജഡ്ജ്മെന്റ് പറയുന്നത് വളരെ ചെറിയ ജഡ്ജ്മെന്റ്. അദ്ദേഹം പറയുന്നത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷന്റെ പരിധിയിൽ വരുന്ന ഒരു സംഗതിയല്ല. അത് കൃത്യമായ തെളിവുകൾ ഞങ്ങൾക്ക് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ഇത് മാൻഡമസ് റിട്ടാണ്. മാൻഡമസ് റിട്ട് എന്ന് പറയുന്നത് സർക്കാരിനോട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ആവശ്യപ്പെടുന്നതിന് മുമ്പ് തീർച്ചയായും നിങ്ങൾ സർക്കാരിനൊരു നിവേദനം കൊടുക്കണമായിരുന്നു. അത് ഞങ്ങൾ അത് സുപ്രീം കോടതി 1-2 വിധികൾ അത് പറയുന്നുണ്ട്. എന്നാൽ അത് നിർബന്ധമായ സംഗതിയല്ല. അതുപോലെ തന്നെ ഈ ഫണ്ട് ദുരുപയോഗം ചെയ്തു എന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് കയ്യിൽ ഡാറ്റാസ് ഇല്ല. ഇതാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം. അതുകൊണ്ട് ഇത് ഡിസ്മിസ് ചെയ്യുകയാണ്. ഡിസ്മിസ് ചെയ്യുന്നതോടൊപ്പം CMDRFിലേക്ക് 27 രൂപ അടക്കാൻ പറയുകയും ചെയ്തിരുന്നു. അത് ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. ഞാൻ ഇന്നലെ 2 ദിവസം മുമ്പ്, ഇന്നലെ രാവിലെ അത് ഫയൽ ചെയ്തതിനു ശേഷമാണ് അങ്ങനത്തെ ഒരു പോസ്റ്റ് എഴുതി. വലിയ തോതിൽ ചർച്ച നടത്താൻ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ തരത്തിലും ആ ചർച്ച നടക്കുന്നുണ്ട്. വളരെ പ്രഗത്ഭരായ നിരവധി ആൾക്കാർ, എൻ്റെ സുഹൃത്തുക്കള്, വളരെ വലിയ ബുദ്ധിജീവികള്, അഭിഭാഷകര്, ഡോക്ടർമാര്, അധ്യാപകരൊക്കെ ഈ കാര്യത്തിൽ സംസാരിക്കാൻ വേണ്ടി എന്നോട് താല്പര്യം കാണിക്കുകയും എന്നോട് ഐക്യപ്പെടുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ ഇതൊരു രാഷ്ട്രീയമായ എന്തോ ഒരു സംഗതിയാണെന്ന് ഈ കണ്ട ചില ആൾക്കാരുണ്ട്. ഞാനിപ്പം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയോടോ ഉള്ള പിരിവിനെതിരായിരുന്നില്ല എന്റെ നിലപാട്. നമ്മൾ കോടതിയിൽ ആവശ്യപ്പെട്ട കാര്യം, ഒന്ന്, രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും മറ്റ് വ്യക്തികളും സംഘടനകളും വ്യാപകമായ രീതിയിൽ പണം പിരിക്കുന്നുണ്ട്. QR സ്കാൻ ഉപയോഗിച്ചിട്ട് QR കോഡ് കൊടുത്തിട്ട് സ്കാൻ ചെയ്താൽ പണം പോവുക, UPI ഉപയോഗിച്ചിട്ട് പണം പിരിക്കുക, ബക്കറ്റ് പിരിവ് നടത്തുക, വീടുകൾ കയറി പിരിക്കുക. ഇങ്ങനെ ഇത് വ്യാപക, ഈ ദുരന്തം സംഭവിച്ചത് ഒരു വലിയ കൊയ്ത്തുകാലം എന്ന നിലയിലേക്കുള്ള ഒരു ട്രെൻഡ് സമൂഹത്തിൽ ഉണ്ടാകുന്നത് നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട്. അത് നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പം കേരള ഹൈക്കോടതി 2021 ജസ്റ്റിസ് PB സുരേഷ് കുമാറിന്റെ ഒരു ജഡ്ജ്മെന്റിൽ ക്രൗഡ് ഫണ്ടിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് 2024 ഏപ്രിലിൽ ഗുജറാത്ത് ഹൈക്കോടതിനെ കുറിച്ച് പറയുന്നുണ്ട്. 2022 മദ്രാസ് ഹൈക്കോടതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ത്യയിൽ ഇപ്പൊ വിദേശ രാജ്യങ്ങൾ, ഇപ്പൊ ഗുജറാത്തിലെ മദ്രാസ് ഹൈക്കോടതി പറയുന്നുണ്ട്, വിദേശ രാജ്യങ്ങളിൽ ക്രൗഡ് ഫണ്ടിങ് നിയന്ത്രിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. ഇന്ത്യയിൽ അതില്ല. ആ മാനദണ്ഡം നമ്മുടെ ഈ ഒരു അസോസിയേഷൻ രൂപീകരിച്ചാൽ അസോസിയേഷൻ വഴി ഫണ്ട് പിരിക്കാനൊക്കെ നമുക്ക് മൗലികമായ അവകാശങ്ങൾ പെടുന്നതാണ്. അപ്പൊ നിയന്ത്രിക്കാൻ എളുപ്പമല്ല. പക്ഷെ ഇതൊരു സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരന്തമാണ്. ഈ സംസ്ഥാനത്തെ ആ ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരുടെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം സ്റ്റേറ്റിനാണ് എന്നാണ് നമ്മൾ കരുതുന്നത്. അത് നമ്മളൊരു വെൽഫെയർ സ്റ്റേറ്റ് ആണ്, ക്ഷേമ രാഷ്ട്രമാണ് നമ്മുടേത്.
അപ്പൊ തീർച്ചയായും അതിന്റെ ഏജൻസി എന്നതിൽ സർക്കാർ ഫണ്ട് പിരിക്കുന്ന സമയത്ത് അതിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന രീതിയിൽ, അതിലേക്ക് പണം പൂൾ ചെയ്ത് കുറക്കുന്ന രീതിയിൽ വ്യാപകമായ രീതിയിൽ പണം പിരിക്കുന്നത് മാത്രമല്ല, അത് അക്കൗണ്ടബിലിറ്റി ഉള്ള സംഗതിയല്ല. അപ്പം CMDRF-ലേക്ക് നിങ്ങൾക്ക് ആക്ഷേപം ഉണ്ടായിരിക്കാം, CMDRF-ലെ പണം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പരാതിയില്ല, പക്ഷെ നിങ്ങൾക്കത് പണം എവിടെ പോയി എങ്ങനെ പോയി എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മെക്കാനിസം ഉണ്ട്. അതിന് റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് പ്രകാരം നിങ്ങൾ ഒരു 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചൊരു അപേക്ഷ കൊടുത്താൽ, അല്ലെങ്കിൽ CMDRF-ന്റെ വെബ്സൈറ്റ് പോയി പരിശോധിച്ചാൽ പണം എവിടേക്ക് പോയി എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ക്രൗഡ് പള്ളി, ഇപ്പം പള്ളി നിസ്കരിക്കുന്ന സമയത്ത്, ഇപ്പം ഒന്നാമത്തെ വെള്ളിയാഴ്ച സമസ്തയുടെ പിരിവായിരുന്നു, രണ്ടാമത്തെ വെള്ളിയാഴ്ച മുസ്ലിം ലീഗിന്റെ പിരിവാണ്, പിന്നെ മുജാഹിദ് സ്വാധീന സ്ഥലത്ത് മുജാഹിദ് പിരിവാണ്, ജമാഅത്തെ ഇസ്ലാമിക് സ്വാധീന അവരുടെ പിരിവാണ്, NSSന്റെ പിരിവുണ്ട്, SNDPയുടെ പിരിവുണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെ പിരിവ് നടത്തുന്ന ആൾക്കാർ, ഇപ്പൊ SNDP NSS ഒക്കെ സർക്കാരിലേക്ക് ഒരു ഫണ്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. മറ്റ് പല സംഘടനകൾ ഞങ്ങൾ വീട് കെട്ടിക്കൊടുക്കും, ഞങ്ങൾ പുനരധിവാസം നടത്തും, അത് പ്രായോഗികമാണോ? വ്യത്യസ്ത മതസമൂഹത്തിൽപ്പെട്ടവർ, വ്യത്യസ്ത ജാതി സമൂഹത്തിൽപ്പെട്ടവർ, മതവിശ്വാസം ഇല്ലാത്തവരൊക്കെ ഒന്നിച്ച് തിങ്ങിപ്പാർക്കുന്ന ഒരു പ്ലൂറൽ സൊസൈറ്റിയിൽ, പ്ലൂറൽ കമ്മ്യൂണിറ്റിയിലെ സ്ഥലത്തേക്ക് ഏതെങ്കിലും മതവിശ്വാസികളോ മത ആൾക്കാരോ അല്ലെങ്കിൽ മതവും ഇല്ലാത്തവരോ അല്ലെങ്കിൽ നാസ്തികന്മാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസിയോ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്ക് മാത്രം വീട് കെട്ടിക്കൊടുത്ത് അതിനെ ഒരു പൊലിപ്പിക്കുന്ന രീതിയിൽ വരുന്നത് അത് അപകടം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അതായിരുന്നു ഞങ്ങൾ ഉന്നയിച്ച പോയിന്റ്. ഞങ്ങൾ ആകെ പറഞ്ഞത് ഈ ഫണ്ടിന് ഒരു മോണിറ്ററിംഗ് വേണം, ഫണ്ട് പിരിക്കേണ്ടതിന് ആവശ്യങ്ങളില്ല. അങ്ങനെ മോണിറ്റർ ചെയ്യുന്ന ഫണ്ട് ഒന്നുകിൽ CMDRF-ലേക്ക് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗവൺമെന്റ് വേറെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് കൺവേർട്ട് ചെയ്യാം. ചെലവഴിക്കുന്നത് കോമൺ പൂൾ ഗവൺമെന്റ് നേതൃത്വത്തിലായിരിക്കണം. ഈ ഒറ്റ വാദമാണ് ഞങ്ങൾ ഉന്നയിച്ചത്. ബഹുമാനപ്പെട്ട കോടതിക്ക് അത് ബോധ്യപ്പെട്ടില്ല. അത് ബോധ്യപ്പെടാത്തത് കൊണ്ട് കോടതി അത് ഡിസ്മിസ് ചെയ്തു. പക്ഷെ ആ ബോധ്യപ്പെടാത്തതുകൊണ്ട് ഞാൻ ഉന്നയിച്ച ചോദ്യം ഇല്ലാതാകുന്നില്ല. മുമ്പ് MM വിജയ മാഷ് പറഞ്ഞതുപോലെ കുട്ടിയെ ക്ലാസ്സിന് പുറത്താക്കിയാൽ കുട്ടി ഉന്നയിച്ച ചോദ്യം ഇല്ലാതാവില്ല. എന്റെ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്തുകൊണ്ട്, എന്റെ റിട്ട് പെറ്റീഷൻ തള്ളി ഒരുപാട് ആൾക്ക് ട്രോൾ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി, എന്റെ സിനിമ എടുത്ത് ട്രോൾ ചെയ്തിട്ടുണ്ട്, എന്റെ ജീവിതം എടുത്ത് ട്രോൾ ചെയ്ത്, അതിന് ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. എന്നെ വിമർശിക്കാനുള്ള, ഒരു ജനാധിപത്യ സമൂഹത്തിൽ എന്നെ വിമർശിക്കാൻ എല്ലാ അവകാശമുണ്ട്. പക്ഷെ ഞാൻ ഉന്നയിച്ച മൗലികമായ ചോദ്യത്തോട് പ്രതികരിക്കാതിരിക്കാൻ ആ ട്രോളുന്നവർക്ക് പോലും കഴിയില്ല. ഞാൻ ഈ ഉന്നയിച്ച ചോദ്യം മൗലികമായതുകൊണ്ടും പ്രസക്തമായതുകൊണ്ടാണ് അത്ര ശക്തമായ എതിർപ്പ് അതിന് വരുന്നത്. അല്ലെങ്കിൽ അവർക്ക് മൈൻഡ് ചെയ്യാതിരിക്കും. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നില്ല? എന്താ പ്രശ്നം? ഫണ്ട് പിരിക്കുന്നതിന് മോണിറ്ററിംഗ് വേണ്ടേ? എവിടുന്ന് ഈ ഫണ്ട് എങ്ങനെ ചെലവഴിക്കുന്നതിനെ കുറിച്ച് ആൾക്കാർക്ക് അറിയണ്ടേ? അങ്ങനെ അറിയേണ്ടതാണോ എന്നെ വിമർശിക്കുന്നത് പറയും. ഇതാണ് ഞാൻ കോടതി മുന്നമേ ഉന്നയിച്ചത്. നിർഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട കോടതിക്ക് അത് ബോധ്യപ്പെട്ടില്ല. കോടതി നിരുപാധികം, എന്റെ നിരുപാധികമല്ല, 25,000 രൂപ CMDRF-ലേക്ക് അടക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് എന്റെ ഹരി തള്ളിയാണ് ഉണ്ടായത്. ഞാൻ ഇതിനകത്ത് ഈ വയനാട് ദുരന്തം നടന്ന സമയം മുതൽ അതിന് സമാന്തരമായിട്ട് തന്നെ ഇപ്പം CMDRF-ലേക്ക് ഫണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ വീഡിയോ ഒക്കെ വന്നതിന് ശേഷം മാധ്യമങ്ങളും എല്ലാവരും ആ ഒരു പ്രചാരണം ഏറ്റെടുത്ത സമയത്ത് പോലും വളരെ ക്ലിയർ ആയിട്ട് CMDRF-ലേക്ക് പണം പോകാതിരിക്കാനുള്ള ചില എന്താ പറയുക സംഘടിതമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതിനകത്ത് രാഷ്ട്രീയ സ്വഭാവമുള്ളതുണ്ട്, അതേപോലെ തന്നെ മത സ്വഭാവത്തിലുള്ള സാധനങ്ങളും ഉണ്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കാണുകയും കേൾക്കുകയും ചെയ്തിരുന്ന ഒരാളാണ്. അപ്പം ഞാൻ പറയുന്നത് അറിയാവുന്ന ജബ്ബാർ മാഷ് ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തപ്പം അതിൽ നിന്നൊരു ചെറിയ ഭാഗം അടർത്തിയെടുത്തുകൊണ്ട് അതിനെ വക്രീകരിച്ച് ദുരിതാശ്വാസത്തിനൊന്നും പൈസ കൊടുക്കരുത് എന്ന നിലവാരത്തിലേക്ക് ആളുകൾ പ്രചാരണം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ മിസ്യൂസ് ചെയ്ത ആളുകളും നമ്മൾ കണ്ടു. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഷുക്കൂർ വക്കീൽ പറഞ്ഞതുപോലെ ഇപ്പോൾ ഗവൺമെൻറ് സംവിധാനങ്ങളിൽ നമ്മൾ പണം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഗവൺമെൻറ് സംവിധാനങ്ങളിലേക്ക് ഇത്തരം ദുരിതാശ്വാസ നിധി ഉണ്ടാവുമ്പോൾ അതിൻ്റെ നടത്തിപ്പിലോ അതിൽ ക്രമക്കേടോ അഴിമതിയോ ഉണ്ടാവില്ല എന്നോ അല്ലെങ്കിൽ ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ള വാദങ്ങളൊന്നും അല്ലല്ലോ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അത് കണ്ടുപിടിക്കാനും അതിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയല്ലേ പൊതുജനങ്ങൾ സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടത്. അതിന് പകരം സ്വന്തം പാർട്ടിക്കാരും അതേപോലെ തന്നെ മതസംഘടനകൾ, ഒരു മതവിഭാഗം മാത്രമായിട്ടല്ല, മതത്തിലെ പല സംഘടനകൾ, പലതരത്തിലുള്ള ഫണ്ട് സ്വരൂപണം, സ്വകാര്യ വ്യക്തികൾ വേറെ, ഈ രീതിയിലൊക്കെ ഇവർ ഫണ്ട് ശേഖരിക്കുകയും എന്നാൽ ഈ ഫണ്ട് ഇതിന് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്തുകയും വേണം. ഇതായിരുന്നല്ലോ നിങ്ങളുടെ ആവശ്യം. അതായത് വയനാട് ദുരന്തം വളരെ ക്ലിയർ ആയിട്ട് പോസ്റ്ററിൽ എഴുതിയിട്ട് പണം പിരിക്കുമ്പോൾ അങ്ങനെ പിരിക്കുന്ന ഓരോ പൈസയും അതിൽ കൃത്യമായി അതിൻ്റെ ഗുണഭോക്താവിന് അല്ലെങ്കിൽ അതിൽ അവകാശപ്പെടുന്ന ആളുകൾക്ക്, ഇരകളാക്കപ്പെടുന്ന ആളുകൾക്ക് ആ വിഭാഗം മനുഷ്യരിൽ യാതൊരു തരത്തിലുള്ള വേർതിരിവുകളും ഇല്ലാതെ ജാതി, മതം,
രാഷ്ട്രീയം തുടങ്ങിയിട്ടുള്ള വേർതിരിവുകളില്ലാതെ എല്ലാവർക്കും തുല്യമായ അന്തസ്സോടെയും അവകാശത്തോടെയും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഇതായിരുന്നില്ല പ്രധാനമായിട്ടും ആവശ്യം. അതല്ലാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ മാത്രം മതി എന്ന അതിലേക്ക് എല്ലാ ഫണ്ടും മാറ്റണം എന്ന ഒരു അല്ല അതിലെ ഫണ്ട് അതൊരു ഓപ്ഷൻ ആയിരുന്നു. ഒന്നുകിൽ ഈ ഫണ്ട് CMDRF മാറ്റുക. എന്തുകൊണ്ട് വെച്ചാല് ഈ CMDRF എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയുടെ ഭാഗമാണ്. അപ്പം ഇന്ന് ശ്രീ പിണറായിയാണ് മുഖ്യമന്ത്രിയെങ്കിൽ നാളെ അദ്ദേഹം ആവണമെന്നില്ല. 2016 ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു മുഖ്യമന്ത്രി. അദ്ദേഹമായിരുന്നു CMDRFന്റെ മുഖ്യമന്ത്രിയുടെ ഫണ്ടാണ്. മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആ സംഗതി എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഹെഡാണ്. സംസ്ഥാനത്തെ CEO എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരർത്ഥത്തിൽ പറയാം. നമ്മുടെ ചീഫാണ്, നമ്മുടെ സ്റ്റേറ്റിന്റെ ചീഫാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് എന്ന് പറയുന്നത് CMDRF, ചീഫ് മിനിസ്റ്റർ പേരിലേക്കുള്ള ഫണ്ട്, ദുരിതാശ്വാസ ഫണ്ട് എന്നേ ഉള്ളൂ. ഇവിടെ നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, നമ്മുടെ ഭരണഘടന ആണല്ലോ അടിസ്ഥാനമായി നമ്മളെയൊക്കെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഡോക്യുമെന്റ്. നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് റൈറ്റ് ടു ലൈഫാണ്, ജീവിക്കാനുള്ള അവകാശമാണ്. ഈ ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമാണ്, ഡിഗ്നിഫൈഡ് ലൈഫാണ്. അപ്പൊ ഈ അന്തസ് എന്ന് പറയുന്ന, അഭിമാനം എന്ന് പറയുന്ന വാക്കിന് വലിയ വ്യാഖ്യാനങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പുഴുവായി ജീവിക്കുക, അല്ലെങ്കിൽ ഒരു പൂച്ചയോ എലിയോ മൃഗത്തെ പോലെ ജീവിക്കുകയല്ല. അഭിമാനമുള്ള, തല ഉയർത്തിപ്പിടിക്കുന്ന, ആരുടെ മുന്നിലും തലകുനിക്കാത്ത മനുഷ്യരായി ജീവിക്കാനാണ് ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്ന മൗലിക അവകാശമാണ് റൈറ്റ് ടു ലൈഫ്, ഡിഗ്നിഫൈഡ് ലൈഫ്. ഇവിടെ നമ്മളൊരു സംഘടന, നമ്മുടെ നാട്ടില് നിരവധി സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, മുസ്ലിം ലീഗ്, കോൺഗ്രസ്, CPM, BJP, CPI, RSP, എസൻസ്, യുക്തിവാദി സംഘം, NSS, SNDP, ഒരുപാട് സംഘടനകളുണ്ട്. ഈ സംഘടനകളൊക്കെ അവരുടെ മെമ്പർമാരോ ഒരു ദുരിതത്തിലായി കഴിഞ്ഞാൽ ആ പാർട്ടി അണികളിൽ നിന്ന് ഫണ്ട് പിരിച്ച്, അല്ലെങ്കിൽ നാട്ടുകാരിൽ നിന്ന് ഫണ്ട് പിരിച്ച് ഒരു വീടൊക്കെ കെട്ടിക്കൊടുക്കുന്ന നിരവധി സംഭവങ്ങളുണ്ട്. മുസ്ലിം ലീഗിന് ബൈത്തുർ റഹ്മാൻ എന്നൊരു പദ്ധതിയുണ്ട്, CPM-ന് ഉണ്ട്. CPM-ന്റെ ഏരിയ കമ്മിറ്റികളൊക്കെ വീട് കെട്ടിക്കൊടുക്കുന്നുണ്ട്, ലോക്കൽ കമ്മിറ്റികൾ വീട് കെട്ടിക്കൊടുക്കുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടി ഇപ്പൊ തന്നെ ഒരു മറിയ ചേട്ടത്തിക്ക് വീട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിഷയം, ഇങ്ങനെയൊക്കെ വീട് കെട്ടിക്കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആ വീട്ടിൽ താമസിക്കുന്ന മനുഷ്യരെ ഇങ്ങനെ വീട് കെട്ടിക്കൊടുക്കുന്ന ആളുടെ വിധേയത്വമുള്ളവരാക്കി മാറ്റുന്ന ഒരു മാനസിക നിലയിലേക്ക് എത്തും. ഇപ്പം നമ്മുടെ ഈ ദുരന്തം നടന്ന സ്ഥലം എന്ന് പറയുന്നത് വലിയ ഏരിയയാണ്, 3-4 വാർഡുകൾ തന്നെ പോയിട്ടുണ്ട്. അപ്പൊ ആ നാട്ടിലെ മുഴുവൻ ആൾക്കാർക്ക്, ഇപ്പൊ കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധി അദ്ദേഹം 100 വീട് പ്രഖ്യാപിക്കുന്നത്, സിദ്ധാരാമയ്യ 100 വീട് പ്രഖ്യാപിക്കുന്നത്, മുസ്ലിം ലീഗ് 100 വീട്, CPI വീട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസ് ഉണ്ട്, DYFI ഉണ്ട്, വ്യത്യസ്തമായ ഓർഗനൈസേഷൻസ്, എനിക്ക് തോന്നുന്നു വലിയ 1000-800ഓളം വീടിന് ഇപ്പം തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഈ വീടുകളൊക്കെ നിർമ്മിക്കുന്നത് അതിന്റെ ആവശ്യം അനുസരിച്ചിട്ട്, പ്രദേശവുമായി ബന്ധപ്പെട്ടിട്ട്, ആൾക്കാരുടെ ആവശ്യം അനുസരിച്ച് വ്യത്യസ്ത രീതിയിലാണ് ഈ വീടുകൾ നിർമ്മിക്കുന്നത്. ഒരു ഏജൻസി പ്രകാരമോ അല്ലെങ്കിൽ ഗവൺമെന്റ് നൽകുന്ന ഒരു പ്ലാൻ പ്രകാരമായിരിക്കണം. ഒന്നാമത്തെ പോയിന്റ് അതാണ്. രണ്ടാമത്തത്, ഈ വീടിനൊന്നും കൊടുക്കുന്ന ആളുടെ പേര് പറയാൻ പാടില്ല. ആരാണ് ആ വീട് കൊടുത്തതെന്ന് ഒരാൾക്ക് മനസ്സിലാൻ പാടില്ല. ഒരു രഹസ്യം. ഇപ്പം നിങ്ങളിപ്പോ ഒരു 100 വീട് മുസ്ലിം ലീഗ് ഓഫർ ചെയ്തെങ്കിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ അതിന്റെ ഏജൻസി, ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇപ്പം നിലവിലെ ഏജൻസി, ആ ഗവൺമെന്റ് അല്ലെങ്കിൽ പുതിയ സമിതി ഉണ്ടാക്കുക. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ, ഇപ്പം കോൺഗ്രസിന്റെയും CPI-യുടെയും CPM-ന്റെയും ലീഗിന്റെയും നിയമസഭയിൽ അംഗത്തുള്ള എല്ലാ പാർട്ടിയിലെ MLA-മാരെ വെച്ചിട്ട് കമ്മിറ്റി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആ ജില്ലയിലെ MLA-മാരെ വെച്ചൊരു കമ്മിറ്റി ഉണ്ടാക്കാം. അങ്ങനെ ഒരു ഗവൺമെന്റിന്റെ ഈ ഉദ്യോഗസ്ഥ ബ്യൂറോക്രസിക്ക് മേലെ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റിക്ക് ഫണ്ട് കൈമാറുക. അവര് ഇപ്പം 100 വീട് മുസ്ലിം ലീഗ് കെട്ടു എന്ന് പറഞ്ഞാൽ ഒരു വീടിന് 10 ലക്ഷം രൂപ, 10 ലക്ഷം × 100, അത്രയും ഫണ്ട് അതിലേക്ക് മാറ്റുക. ഇപ്പൊ കാന്തപുരം കൊടുക്കാൻ പറഞ്ഞ വീടിന്റെ എമൗണ്ട് മാറ്റുക, സുന്നികൾ കൊടുക്കാൻ പറഞ്ഞ വീടിന്റെ എമൗണ്ട്, അങ്ങനെ കൊടുക്കുന്ന എമൗണ്ടിലേക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരാളും ഇത് മുസ്ലിം ലീഗിന്റെ ഫണ്ട് കൊണ്ടാണ് നാളെ ഒരു ഘട്ടത്തിൽ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ CPI-ന്റെ ഫണ്ട് കൊണ്ടാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഫണ്ട് കൊണ്ടാണ്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഫണ്ട് കൊണ്ടാണ് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കോമൺ ഫണ്ട് ഉണ്ടാക്കിയിട്ട് ആ ഫണ്ടിൽ നിന്ന് ഓരോരുത്തർക്ക് ആവശ്യമായ രീതിയിൽ വീട് ഐഡന്റിഫൈ ചെയ്തിട്ട് അവരെ, ഇപ്പൊ ഒരാളിലെ വീടും 10 ആളിലെ വീടും ഒരുപോലെ ആവില്ല. അപ്പൊ അത് നമ്മളൊരു കോമൺ രീതി എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിലും വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ബാധിതർക്ക് സർക്കാർ കൊടുക്കുന്ന മാനദണ്ഡങ്ങൾ ഉണ്ടാവും. ആ മാനദണ്ഡങ്ങൾ പരിശോധിച്ച് ആ പ്രദേശത്ത് ജനങ്ങൾക്ക് ആവശ്യമായ വീടുകള്, സ്കൂളുകള്, ആസ്പത്രികള്, റേഷൻ കട, ജീവനോപാധി, കൃഷിസ്ഥലം, തൊഴിൽ, കച്ചവടം ഒക്കെ വേണം.
അതിനൊക്കെ ഇങ്ങനെ കോമൺ ഫണ്ട് ഉപയോഗിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു അപ്പീലാണ് സൊസൈറ്റിയോട് എന്റെ വെട്ടുപ്രകാരം ഞാൻ മുന്നോട്ട് വെക്കുന്നത്. ഇത് ന്യായമാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഡിഗ്നിഫൈഡ് ലൈഫ് ഇപ്പൊ നമ്മൾ ദുരിതത്തിൽ ഇപ്പൊ നമ്മളെക്കാളും അല്ലെങ്കിൽ നമ്മൾ സാധാരണ മിഡിൽ ക്ലാസ് മനുഷ്യരെക്കാൾ ഉയർന്ന ഹൈ ക്ലാസ് ജീവിതം ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ഒരു അഭിഭാഷകയുണ്ട് ഇവിടെ, ജമീല എന്ന അവരുടെ പേര്, ഞാൻ എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞാണ്. അവരുടെ വീടിന് 1 കോടിയിലധികം ചെലവഴിച്ചിട്ടാണ് അവർ വീട് കിട്ടിയത്. 2 വർഷം മുമ്പ് ആ വീട് മുഴുവൻ ഒളിച്ചുപോയി. അപ്പൊ അവർക്ക് ഏതെങ്കിലും ഒരു പാർട്ടി ഒരു 5 ലക്ഷത്തിന് വീട് കൊടുത്തിട്ട് ഞങ്ങൾ കാലം വരെ ഞങ്ങളുടെ അടിമയായി നിങ്ങൾ നിൽക്കണം നമുക്ക് പറയാൻ കഴിയും? അല്ലെങ്കിൽ അങ്ങനെ പറയുന്നെങ്കിൽ പോലും നാളെ എപ്പോഴെങ്കിലും ഞങ്ങൾ ഇന്നാക്ക് വീട് കൊടുത്തിട്ടുണ്ട് എന്ന രീതിയിൽ പ്രഖ്യാപനം നടത്തുന്നത് അവരെ അന്തസ്സിനെ അടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്താണോ ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് ഈ മുഴുവൻ സംഗതി വന്നിട്ട് അവിടെ നിന്ന് ഇപ്പം ബഹുകക്ഷി ആയിക്കോട്ടെ, നിയമസഭയിൽ അംഗത്തുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതികളുള്ള ഒരു ബ്യൂറോക്രസിക്ക് മേലെ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടായിക്കോട്ടെ, അവർ നിയന്ത്രിച്ചുകൊണ്ട് മനുഷ്യന്റെ അന്തസ്സിനെ കെടുത്താത്ത രീതിയിലേക്കുള്ള ഒരു ഫണ്ടിങ്ങിലേക്ക് ഇത് മാറണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. തീർച്ചയായിട്ടും ഇത് പറയുമ്പോൾ നമ്മൾ തമാശയായിട്ടാണെങ്കിലും വളരെ സീരിയസ് ആയിട്ട് പണ്ടൊക്കെ പലരും തമാശയായിട്ടും പലരും സീരിയസ് ആയിട്ടും പറയുന്ന കാര്യം, ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി വീട് കെട്ടി കൊടുക്കുമ്പോൾ ചിലപ്പോൾ പച്ച പെയിന്റുള്ള വീട്, അല്ലെങ്കിൽ ചുവപ്പ് പെയിന്റുള്ള വീട്, അല്ലെങ്കിൽ ചുമരിൽ പാർട്ടിയുടെ ചിഹ്നം പതിപ്പിച്ച വീട്, അതല്ലെങ്കിൽ ഇന്നയാളുടെ പ്രത്യേക ബാനറുകള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആ വീട്ടിൽ ജീവിക്കേണ്ടി വരുന്ന ആളുകളുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ താങ്കൾ ഈ പറഞ്ഞ ഈ ഒരു വിഷയത്തെ ഞാൻ നിങ്ങളുടെ പെറ്റീഷൻ അത് പൂർണ്ണമായിട്ട് വായിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത്, താങ്കളെ വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും അതല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളുടെ പോസ്റ്ററുകളായിട്ട് വന്നതിലൊന്നും പറയുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു ആവശ്യം താങ്കൾ ഉന്നയിച്ചതായിട്ട് ഞാൻ ആ പെറ്റീഷനിൽ കണ്ടില്ല. അതിനകത്ത് വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞ താങ്കളിപ്പോൾ വിശദീകരിച്ചതുപോലെയുള്ള ഇവരുടെ അന്തസ്സിന് ചേർന്ന തരത്തിൽ യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ, ജാതി മതം രാഷ്ട്രീയം തുടങ്ങിയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ എല്ലാ ആളുകൾക്കും തുല്യമായ ഒരു അവകാശം എന്ന രീതിയിൽ ഇങ്ങനെ പിരിച്ചെടുക്കുന്ന ഫണ്ടുകൾ വിനിയോഗിക്കപ്പെടണം എന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു ആവശ്യമാണ്. അപ്പോൾ അതിനെയാണ് ഗവൺമെൻറ് മാത്രം മതി, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിലേക്ക് മാത്രം കൊടുത്താൽ മതി എന്ന തരത്തിൽ ദുർവ്യാഖ്യാനിച്ചിട്ട് ഇതിനെ വിമർശിക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളത്. വേറൊരു കാര്യം, ഇത്തരത്തിൽ വീടുകൾ കെട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ ഓഫറുകൾ പറയുക എന്നതിനൊക്കെ അപ്പുറത്തേക്ക് പല സംഘടനകളും അവരുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്, എൻ്റെ പോയിന്റ് ഇതാണ്, ഇപ്പം ഒരു പെർട്ടിക്കുലർ ഇപ്പം കോടതി താങ്കളോട് പറഞ്ഞതായിട്ട് അറിയുന്നത് അല്ലെങ്കിൽ അതിൽ വിധിന്യായത്തിലുള്ളതായിട്ട് കേൾക്കുന്നത്, സന്നദ്ധ സംഘടനകൾക്ക് വ്യക്തികൾ സ്വമേധയാ കൊടുക്കുന്ന ഒരു സംഭാവന, അത് ഈ കൊടുക്കുന്ന വ്യക്തിക്ക് ഈ ഓർഗനൈസേഷനുള്ള വിശ്വാസത്തിൻ്റെ മാത്രം പ്രശ്നമാണെന്നും അതിൽ മൂന്നാമതൊരാൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്നും പറഞ്ഞു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ ഒരു സംശയം ഇതാണ്, ഇപ്പോൾ ഒരു പൊതുവായിട്ടുള്ള ഒരു ദുരിതാശ്വാസ നിധി അതെല്ലാ പാർട്ടിക്കും ഓർഗനൈസേഷനൊക്കെ ഉണ്ടാവാം, അതിലേക്ക് കിട്ടുന്ന ഫണ്ട് അവരുടെ ചർച്ച ചെയ്ത് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചെലവാക്കുന്നതും, അതിന് പകരം ഒരു ദുരന്തത്തെ പോസ്റ്റർ ചെയ്തുകൊണ്ട് ഒരു ദുരന്തത്തെ മുന്നിൽ കാണിച്ചുകൊണ്ട് പിരിച്ചെടുക്കുന്ന പണം ചെലവഴിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? അങ്ങനെ പിരിച്ചെടുക്കുന്ന പണം, ഇപ്പോൾ വയനാട് ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞിട്ട് ഇവർ പള്ളിയിൽ പിരിച്ചാലും അമ്പലത്തിൽ പിരിച്ചാലും, ഞാൻ മനസ്സിലാക്കുന്നത് കത്തോലിക്ക സഭയുടെ സകല പള്ളികളിൽ ഇനി വരാൻ പോകുന്ന ഞായറാഴ്ചകളിൽ പിരിവ് നടക്കുന്നുണ്ട്. മുസ്ലിം പള്ളികളിൽ ഇന്ന് വെള്ളിയാഴ്ച പിരിവ് നടന്നുണ്ട്, കഴിഞ്ഞ വെള്ളിയാഴ്ച പിരിവുകൾ നടന്നിട്ടുണ്ട്. ഓരോ സംഘടനകളും വയനാട് ദുരിതാശ്വാസത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പിരിവ് നടത്തുന്നുണ്ട്. അപ്പം ഇങ്ങനെ വയനാടിൻ്റെ പേര് പറഞ്ഞ്, ഈ ദുരന്തത്തിൻ്റെ പേര് പറഞ്ഞ് പിരിച്ചെടുക്കുന്ന പണം, അത് ഈ ദുരന്തത്തിന് ഇരയായ ആളുകൾക്ക് ഇടയിൽ വീതിക്കപ്പെടുന്നുണ്ട്, അവിടെ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? അങ്ങനെ എന്തെങ്കിലും മോണിറ്ററിംഗ് സംവിധാനം നിലവിൽ നമ്മുടെ നാട്ടിലുണ്ടോ? അതല്ലെങ്കിൽ അവർ തോന്നിയതുപോലെ ചെയ്യണോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം? നിലവിൽ ഇപ്പോ അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ നാട്ടിലില്ല. അതിപ്പം ഞാൻ നേരത്തെ 2024 ഗുജറാത്ത് ഹൈക്കോടതി ആ കാര്യത്തിൽ ക്രൗഡ് ഫണ്ടിങ്ങിനെ കുറിച്ച്, അതിൽ ഒരാള് റൈറ്റ് ഇൻഫർമേഷൻ പ്രകാരം അരിഞ്ഞു കൊടുക്കാൻ വേണ്ടി 1 കോടി ഉറുപ്പ്യ പിരിച്ചത്. അയാളെ സാകേത് സുഹാസ് എന്ന് പറയുന്ന ഒരാള്, അയാളെതിരെ ഒരാള് പൈസ കൊടുത്ത ആൾ FIR ഇട്ട് അതിൽ ആകെ അയാൾ 15 ലക്ഷം റുപ്യ അയച്ചത്, ബാക്കി 85 ലക്ഷം രൂപ ഷെയർ മാർക്കറ്റിലിട്ടു. അയാൾക്കെതിരെ FIR വന്നപ്പോൾ അയാൾ ഹൈക്കോടതിയിൽ അത് റദ്ദ് ചെയ്യാൻ പോയി. ആ കേസിലൊക്കെ പറഞ്ഞു ഈ ക്രൗഡ് ഫണ്ടിങ് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ പല നിരവധി അനുഭവങ്ങൾ അത് സംബന്ധമായിട്ടുണ്ട്. നമ്മൾ അത് ഗൗരവത്തിൽ നമ്മളത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഇത് നമ്മൾ അത്ര നിസ്സാരമായ ഒരു സംഘം, നമ്മള്
ഇതിനെ നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം ഇപ്പൊ ഇല്ല. ഇപ്പം ഇത് എനിക്ക് തോന്നുന്നത്, ഒന്ന് രണ്ട് സുഹൃത്തുക്കളോട് എന്നോട് സംസാരിച്ചപ്പോ ഈ വയനാട് ദുരന്തം ഒരു സ്റ്റേറ്റിന്റെ ഡിസാസ്റ്ററായി ഡിക്ലെയർ ചെയ്തിട്ട് ആ ദുരന്തത്തിൽപ്പെട്ട ആൾക്കാർക്ക് പുനരധിവാസം ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം ഒരു നിയമപ്രകാരം സ്റ്റേറ്റ് സർക്കാരിന് ഉറപ്പാക്കുക. അങ്ങനെ സ്റ്റേറ്റ് സർക്കാരിന് ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുഴുവൻ ഫണ്ടും റേസ് ചെയ്യേണ്ടത് സ്റ്റേറ്റ് സർക്കാരാണ്. അങ്ങനെ സ്റ്റേറ്റ് സർക്കാർ ഫണ്ട് റേസ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ളവർക്ക് പിരിക്കാനുള്ള അവസരമില്ല. അങ്ങനെ ഈ മുഴുവൻ തുകയും സ്റ്റേറ്റിന്റെ കോമൺ ഫണ്ടിലേക്ക് മാറ്റണം. തീർച്ചയായും സർക്കാർ അക്കാര്യത്തിൽ ഗൗരവത്തിലൊരു ആലോചന ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരു നാട്ടിൽ നടക്കുന്ന ചെറിയൊരു സംഗതിയല്ല, ഇത് വലിയ പണം. ഇപ്പം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നാളെ വരികയാണ്, അദ്ദേഹത്തോട് 2000 കോടി രൂപയുടെ പാക്കേജ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആവശ്യപ്പെടുന്ന ചില വാർത്തകൾ കാണുന്നത്. അപ്പൊ അത്രയും പണം ആവശ്യമുള്ളതല്ല. നമ്മളിപ്പോ 10-70 കോടി റുപ്യാണ് CMDRFിലേക്ക് കിട്ടിയത്. ഇന്നത്തെ എനിക്ക് തോന്നുന്നു 80 കോടിക്ക് താഴെ മറ്റേ CMDRFിലേക്ക് കിട്ടിയിട്ടുള്ളൂ. 200 കോടി റുപ്യെങ്കിലും വേണമെന്നാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആവശ്യം. 200 കോടിയും 79 കോടിയും തമ്മിൽ വ്യത്യാസം നമുക്ക് മനസ്സിലാകുമല്ലോ. ഇത് വലിയ ബാധ്യതയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം ഫണ്ടുകൾ നമ്മളൊരു സമൂഹത്തിൽ വളരെ ഗൗരവമുള്ളൊരു കാര്യം ചർച്ച ചെയ്യാൻ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് എന്റെ ഉദ്ദേശം. തീർച്ചയായും ഈ കാര്യത്തിൽ ഗൗരവമായ ചർച്ച അനിവാര്യമാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് പോളിസി, ഇത് ഞാൻ നേരത്തെ ഇന്നലെയും മാതൃഭൂമി ചാനലിലൂടെ പറഞ്ഞു, ഇതൊരു പോളിസി മാറ്ററാണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന് പോളിസി ഉണ്ടാക്കണേ ഇതിൽ. ആ ഒരു നയം രൂപീകരിച്ചിട്ട് ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആയിട്ട് നമ്മുടെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ആ ദുരന്തത്തിൽപ്പെടുന്ന മുഴുവൻ ആളെയും റിഹാബിലിറ്റ് ചെയ്യാനില്ല, പുനരധിവസിക്കാനുള്ള ഉത്തരവാദിത്വം സ്റ്റേറ്റിനാണ്. അങ്ങനെ വരുമ്പോൾ മറ്റാൾക്കും അതുകൊണ്ട് ഫണ്ട് പിരിക്കാൻ കഴിയില്ല. അങ്ങനെ പിരിച്ച ഫണ്ട് സ്റ്റേറ്റിലേക്ക് മാറ്റണം. തീർച്ചയായും സർവകക്ഷി യോഗം വിളിച്ചിട്ട് അല്ലെങ്കിൽ നിയമസഭ വിളിച്ചു കൂട്ടിയിട്ട് സ്റ്റേറ്റ് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കുന്നതിനെ വിചാരിക്കുന്നത് മനുഷ്യന്റെ അന്തസ്സിന് ഇടിക്കാത്ത രീതിയിലേക്കുള്ള റീഹാബിലിറ്റേഷൻ തന്നെ അനിവാര്യമാണ്. തീർച്ചയായിട്ടും ഈ തരത്തിൽ സ്വന്തം നിലക്ക് ഫണ്ട് പിരിക്കുകയും ഈ റിലീഫ് പ്രവർത്തനം എന്ന പേരിലൊക്കെ പരിപാടികൾ നടത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അവരുടെ സംഘടന, മത, രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇത്തരം ഒരു ദുരന്തത്തെ മുൻനിർത്തി ക്രൗഡ് ഫണ്ടിങ് നടത്തി ഇവരുടെ ഈ ഒരു ആശയപ്രചാരണമോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രചാരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ സ്വാധീനം ഉണ്ടാക്കലോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും അതുവഴി അവർ സ്വന്തം നിലക്ക് ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അതുവഴി ഉണ്ടാവുന്ന ഈ പറഞ്ഞ വിധേയത്വത്തിൻ്റെ പ്രശ്നമോ ഇതിനൊക്കെ അപ്പുറത്തേക്ക് വയനാടിൻ്റെ ദുരിതത്തെ മുൻനിർത്തി സംഭാവന കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത് കൃത്യമായിട്ട് അവിടെ തന്നെ വിനിയോഗിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള സ്ഥിരം സംവിധാനമോ, അതിപ്പോൾ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല ഏതൊരു വിഷയത്തിലും ഒരു കോസ് പറഞ്ഞിട്ട് ഒരു ക്രൗഡ് ഫണ്ടിങ് നടന്നാൽ അത് അവിടെ വിനിയോഗിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു സംവിധാനം നമ്മുടെ നാട്ടിലില്ല എന്ന ഒരു കാര്യം പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ചർച്ചയാക്കാനും ഇത്തരം വിഷയങ്ങളിൽ തുടർന്നുണ്ടാവുന്ന കാലഘട്ടത്തിലൊക്കെ ഇത് വളരെ ഗൗരവതരമായിട്ടുള്ളൊരു ചർച്ചയായിട്ട് മുന്നോട്ട് വരാനും അതിന് എന്തെങ്കിലും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാവാനും താങ്കളുടെ ഈ ഒരു ഇനീഷ്യേറ്റീവ് കാരണമാകട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത്. വളരെ നന്ദി. നമ്മളെ കേരളത്തിലെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഇതൊക്കെ ഒരു വെല്ലുവിളി തന്നെയാണ്. അപ്പൊ എന്നോട് പല സുഹൃത്തുക്കളും, ഖത്തർ തന്നെ ഒരു സുഹൃത്ത് വിളിച്ചത്, നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എന്തിനാണ് നീ പണിക്ക് പോയത്? എത്ര ആൾ നിന്റെ ശത്രുക്കളായി? എത്ര ആളാ നിന്റെ ഉപ്പാനെയും ഉമ്മാനെയൊക്കെ ചീത്ത വിളിക്കുന്നത്? എനിക്കത് മനസ്സിലാവാത്തത്, ഞാൻ ഏതെങ്കിലും ഒരു ഇപ്പം അധികവും മുസ്ലിം ലീഗുകാരാണ് എന്നെ തെറി വിളിക്കുന്നവരില്ല. അവരെ ധാരണ ഷുക്കൂർ വക്കീൽ എന്ത് ചെയ്താലും ലീഗിന് എന്തിനാ? ഞാൻ സത്യത്തില് ലീഗൊന്നുമല്ല, ലീഗ് ആ പിരിക്കുന്ന ഫണ്ട് എത്രയെങ്കിലും ലീഗിന് പൈസ കൊടുത്താൽ കാണുന്നുണ്ട്. ഇപ്പം ബക്കറ്റ് പിരിവ് നടത്തിയ ആ ആപ്പിൽ നമ്മൾ 100 രൂപ കൊടുത്താൽ ഇത്ര പൈസ കിട്ടി, നമുക്ക് റെസീറ്റ് കിട്ടും. പക്ഷെ മറ്റു പല സംഘടനകളും ഇതുപോലും ഇല്ല. എത്രയോ സംഘടനകൾ കണക്ക് പോലും ഇല്ല. ഇപ്പൊ നിർഭാഗ്യവശാൽ മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കളെ, ഞാൻ ആ പാർട്ടിക്കാരനായതുകൊണ്ട്, ആ പാർട്ടി നേരത്തെ ലീഗിന്റെ പ്രവർത്തകരും ലീഡർഷിപ്പിലൊക്കെ ചെറിയ തോതിൽ ജില്ലാ തലത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ, നിയമസഭയിലൊക്കെ ഉണ്ടായിരുന്ന നിലയിൽ അവരുടെ വിചാരം അവർക്ക് വാസ്തവത്തിൽ അവർ കാര്യങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. മുസ്ലിം ലീഗിന് പോലും എന്റെ നിലപാടുകൾ ഗുണം ചെയ്യും, ഒരു സർക്കും അക്കാര്യത്തിലില്ല. ഭാവിയിൽ അവർക്ക് പോലും ഇത് വലിയ തോതിൽ ആരോപണങ്ങൾ ഉണ്ടാവും. നിങ്ങൾ പണം പിരിച്ചിട്ട് കണക്ക് പറഞ്ഞില്ല എന്ന് ഇപ്പൊ മുസ്ലിം ലീഗ് നേരത്തെ പിരിച്ച പല ഫണ്ടിനെ കുറിച്ച് ആക്ഷേപമുണ്ട്. കത്തുവ ഫണ്ട്, ഗുജറാത്ത് ഫണ്ട് ഒക്കെ ആക്ഷേപം പറയുന്നുണ്ട്. അപ്പൊ ഇതുപോലത്തെ ഒരു കോമൺ ഫണ്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗും ക്ലീൻ ആണ്. ഞങ്ങൾ വയനാട്ടിന് വേണ്ടി ഇത്ര കോടി രൂപ പിരിച്ചു, അത് മുഴുവൻ ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തു, അവരാണ് നടപ്പാക്കിയത്, ഞങ്ങളെ സംഘടനയുടെ ശക്തി കണ്ടില്ലെന്ന് അവർക്ക് പറയാം. ഇപ്പൊ നിർഭാഗ്യവശാൽ ഇതിനെ ദോഷം മാത്രം കാണുന്ന ഒരു സമൂഹമായി അവർ മാറുന്നതിൽ നമ്മുടെ ഈ വാർത്തകൾക്ക് താഴെ വരുന്ന കമന്റുകൾ പരിശോധിച്ചാൽ അറിയാം, അത് പ്രത്യേക മാനസിക നിലയിലുള്ള ആൾക്കാരാണ് കമന്റുകൾ മുഴുവൻ പറയുന്നത്. അതിൽ നമ്മൾ പോട്ടെ,
നമ്മൾ അങ്ങനെയാണ്. ഞാൻ ഷുക്കൂർ അള്ളാഹുവിന്റെ വിധി വക്കീലിനോട് അള്ളാഹുവിന്റെ അത്തരത്തിലൊരു വിധി അള്ളാഹുവിന്റെ വിധി ആർക്കും തടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവരങ്ങനെ ചെയ്യട്ടെ, അവർക്ക് അത് സന്തോഷം കിട്ടുകയാണെങ്കിൽ നടക്കട്ടെ. ഷുക്കൂർ വക്കീലിന്റെ ഇത്തരം കേസുകളുമായിട്ടുള്ള മുന്നോട്ട് പോക്കിൽ പ്രജുഡീസ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ്, പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗത്തിന്. അപ്പോൾ താങ്കൾ ഒരു വിശ്വാസിയായിരിക്കുകയും വിശ്വാസത്തെ മുറുകെ പിടിക്കുകയും അതിൻ്റെ പേരിൽ പുരോഗമന ചിന്തയുള്ള ആളുകളിൽ നിന്ന് നിരന്തരം വിമർശനങ്ങൾ ഏൽക്കുകയും ചെയ്യുകയും അതേ സമയത്ത് നിങ്ങൾ ഇസ്ലാമിനകത്തുള്ള അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിനകത്തുള്ള മനുഷ്യരനുഭവിക്കുന്ന പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതിന് അവർക്ക് അന്തസ്സുള്ള ആധുനികമായ ജനാധിപത്യ പൗരാവകാശ അവകാശങ്ങളൊക്കെ സ്ഥാപിച്ച് കിട്ടുന്നതിനും എന്തെങ്കിലും തരത്തിലുള്ള വിവേചനങ്ങളോ അവകാശ നിഷേധങ്ങളോ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ പ്രതിവിധി കണ്ടെത്തുന്നതിനും വേണ്ടി നിരന്തരമായിട്ട് ഇങ്ങനെ കേസ് കൊടുത്തുകൊണ്ടിരിക്കുകയും കേസുകൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഇന്നാത്താൻ കേസ് കൊടു എന്നുള്ളൊരു സിനിമയിൽ അങ്ങനെ ഒരു ആ ഒരു പേരിൽ തന്നെയുള്ള ഒരു വക്കീലായിട്ട് താങ്കൾ വരികയും അത് താങ്കളുടെ സാമൂഹ്യ പ്രവർത്തനത്തിൽ നിരന്തരമായിട്ട് താങ്കൾ അതിൽ ഉറച്ചു നിന്ന് പോരാടുകയും ചെയ്യുന്ന ഒരാളാണെന്നുള്ള നിലയിൽ ഞാനൊരു ഇസ്ലാം വിമർശകൻ എന്ന രീതിയിൽ ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. മുസ്ലിം സമൂഹത്തിനകത്തുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന കുറേ പ്രയാസങ്ങൾക്കെതിരെ ഞാൻ മനസ്സിലാക്കുന്നത് 2 കേസുകൾ നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. താങ്കൾ അതിൻ്റെ ഭാഗമാണെന്ന് വിചാരിക്കുന്നു. ഒന്ന് ബഹുഭാര്യത്വം, അതിനെതിരായിട്ടുള്ള ഒരു കേസ്. രണ്ടാമത്തത് മുസ്ലിം സ്ത്രീകൾ ഈ സ്വത്ത് അവകാശവുമായി ബന്ധപ്പെട്ട് അവർ നേരിടുന്ന ഒരു വിവേചനം. ഈ 2 കാര്യത്തിലും താങ്കൾ നിയമ പോരാട്ടം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ നിയമ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ താങ്കൾ അതിനൊരു സാമൂഹികമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു നടപടി എടുക്കുകയും താങ്കളുടെ പലരും പല രീതിയിൽ വക്രീകരിച്ചും വ്യാഖ്യാനിച്ചും വിമർശിക്കുകയും ചെയ്യുമ്പോഴും താങ്കളൊരു രണ്ടാമതൊരു വിവാഹം രജിസ്റ്റർ ചെയ്യുക എന്ന രീതിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് സൊസൈറ്റിയിൽ നിന്ന് ഞാനൊക്കെ വളരെ നന്നായിട്ട് അത് അറിയുന്നുണ്ട്. എനിക്ക് കുറേ കണക്കുകൾ അതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നുണ്ട്. നിലവിൽ ഫസ്റ്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്ന പല ആളുകളും അത് പിൻവലിച്ചുകൊണ്ട് നേരിട്ട് നടപ്പിലാക്കുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ഈ വിവാഹ മോചനവുമായി ബന്ധപ്പെട്ട്. ഇതേപോലെ ഇപ്പുറത്ത് സ്വത്തവകാശത്തിൻ്റെ കേസിൽ ഈ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന ആളുകളുടെ കണക്കുകൾ വലിയ രീതിയിൽ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അത്തരം സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ഇനീഷ്യേറ്റീവ് കൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ളത്, അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രത്യേക സമൂഹം അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ നിങ്ങൾ മുസ്ലിം ആണെന്ന് എത്ര ഉറക്കെ പറയുമ്പോഴും നിങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ പല ഇസ്ലാമിക പൗരോഹിത്യ ചിഹ്നങ്ങളെയും ബേജാറാക്കുന്നുണ്ട് എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഈ കേസ് കൊടുക്കുന്ന പോലും നിങ്ങൾ മുസ്ലിം ലീഗിനെതിരാണ് അല്ലെങ്കിൽ മുസ്ലിം മത സംഘടനകൾക്കെതിരാണ് എന്ന ഒരു മുൻവിധി ഉണ്ടാവാൻ അതൊക്കെ കാരണമായിട്ടുണ്ടാവില്ലേ? തീർച്ചയായും ഞാനത് അവരുടെ ആശങ്കയെ ഞാൻ മുഖവിലക്കെടുക്കുന്നു. അവർക്ക് അങ്ങനെ ആശങ്കപ്പെടാറില്ല. പക്ഷെ ഞാൻ എന്ന് പറയുന്നത്, നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധിയുടെ വളരെ ശ്രദ്ധേയമായ ഒരു കോട്ടുണ്ട്. നിങ്ങൾ എന്ത് കാര്യത്തെക്കുറിച്ച് തീരുമാനം എടുക്കും, സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ മനുഷ്യരെ നിങ്ങൾ കാണണം. മഹാത്മാഗാന്ധി എന്ന് പറയുന്നപ്പോ എന്റെ പുറകില് മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ ഉണ്ട്. എന്റെ വീട്ടില് എന്റെ ഉപ്പ, ഉമ്മ, പിന്നെ എന്റെ വൈഫ്, ഞങ്ങളെ മക്കളെ ഫോട്ടോ ഇല്ലാതെ, അല്ല എന്റെ ബ്രദേഴ്സിന്റെ ഫോട്ടോ ഇല്ലാതെ വേറൊരു ഫോട്ടോ ഉള്ളത് മഹാത്മാഗാന്ധിന്റെ മാത്രമാണ്. അപ്പൊ മഹാത്മാഗാന്ധി നമ്മുടെ ജീവിതത്തെ ഭയങ്കരമായി സ്വാധീനിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ദുർബലരായ മനുഷ്യരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് തന്നെയാണ് എന്റെ ഉദ്ദേശം. ഇപ്പം ആദരണീയനായ ഞങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിങ്ങൾ എന്തൊക്കെ വിമർശിച്ചാലും സമൂഹത്തിൽ ഏറ്റവും ദുർബലരായ മനുഷ്യരോട് അനേകം കരുണ കാണിച്ച സംഭവം ഞങ്ങൾക്ക് എടുത്തു പറയാൻ കഴിയും. ഇപ്പം ലിയാഖത്ത് ഒരുപക്ഷെ അതിനെ വളരെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ടാവും. ആ ലിയാഖത്തിനെ വിമർശിക്കാനുള്ള അവകാശത്തെ മാനിക്കുന്നു. പക്ഷെ പ്രവാചകൻ അനേകം ഇപ്പം വിശക്കുന്ന പട്ടിക്ക് വെള്ളം കൊടുത്ത ആൾക്ക് സ്വർഗം ഉറപ്പ് നൽകുന്നുണ്ട്. ഒരു വേശ്യാവൃത്തി അടുത്ത സ്ത്രീ അവര് ഒരു നായക്ക് വെള്ളം കൊടുത്തപ്പോ ലിയാഖത്തിന് വേണം കള്ളക്കറിയ എന്ന് പറയാം. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തെ പ്രചോദിപ്പിക്കുന്ന നിരവധി ഈ ദുർബലരായ മനുഷ്യരുടെ അവശത അനുഭവിക്കുന്ന കഥകൾ പ്രവാചക ജീവിതത്തിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ട്. ഇപ്പം ഈ 2ാം കല്യാണത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഒരു കേസില് എനിക്ക് തോന്നുന്നു ഒരു 13 കൊല്ലം മുമ്പാണ് ഒരു കേസിൽ, 10 കൊല്ലം മുമ്പ്, 12 കൊല്ലം മുമ്പ് ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് അവരുടെ ഉപ്പ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ മോളെ ഭർത്താവ് 2ാം കല്യാണം കഴിക്കാൻ പോവാണ്, മുസ്ലിമാണ്, അപ്പൊ അത് തടയണം, 2ാം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പൊ ഞാൻ ഈ സംഗതി എടുത്തപ്പോൾ മുസ്ലിം പേഴ്സണൽ ലോ പ്രകാരം 2 കല്യാണം കഴിക്കാനുള്ള അവകാശമുണ്ട്, നമുക്ക് തടയാൻ കഴിയില്ല. അപ്പോഴാണ്
ഈ ഗാർഹിക പീഡന നിരോധന നിയമം വന്നത്. ഗാർഹിക പീഡന നിരോധന നിയമം സെക്ഷൻ 18 പ്രകാരം ഏത് തരത്തിലുള്ള ഗാർഹിക പീഡനത്തെയും തടയാൻ വേണ്ടി മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്. 18 അതാ പറയുന്നത്, സെക്ഷൻ 18 അതാ പറയുന്നത്. അപ്പൊ ഏത് തരത്തില് ഇപ്പൊ ഈ ഗാർഹിക പീഡനത്തിന് 5 or 6 സബ് കാറ്റഗറിയിൽ, അതായത് ഫിസിക്കൽ അബ്യൂസ്, മെന്റൽ അബ്യൂസ്, വെർബൽ അബ്യൂസ്, ഇമോഷണൽ അബ്യൂസ്, ഫൈനാൻഷ്യൽ അബ്യൂസ്, സെക്ഷൽ അബ്യൂസ്, ഈ 6 തരം അബ്യൂസിനെയാണ് ഈ ഡൊമസ്റ്റിക് വയലൻസ് ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 3 പ്രകാരം. അപ്പൊ ഒരാള് ഭർത്താവ് ഭാര്യ നിലനിൽക്കെ വേറൊരു കല്യാണം കഴിക്കുന്നത് ഡൊമസ്റ്റിക് വയലൻസിന്റെ പരിധിയിൽ വരുന്ന ഒരു പോയിന്റ് എന്റെ തലയിലേക്ക് വന്നു. ഇത് മെന്റൽ അബ്യൂസ് ആണ്, ഇമോഷണൽ അബ്യൂസ് ആണ്, ഈവൻ സെക്ഷൽ അബ്യൂസ്. കാരണം 2ാം കല്യാണം കഴിച്ചാൽ പിന്നെ ഇവർക്ക് സെക്സ് ഉണ്ടാവില്ല ആദ്യത്തെ ഭാര്യക്ക്, അയാള് പുതിയ പെണ്ണ് കൊടുക്കും. ഈ കാറ്റഗറിയിലെ പരിധിയിൽ വരുന്നതാണെന്ന് പറഞ്ഞാൽ ഇത് തടയണം എന്ന് പറഞ്ഞാൽ കോടതിയിൽ പോയി. അപ്പൊ കോടതി പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് മുസ്ലിമിന്റെ അവകാശമാണ്, മുസ്ലിം ആണിന്റെ പേഴ്സണൽ ലോ അയാൾ പെർമിറ്റ് ചെയ്യുന്നുണ്ട്. ആ പേഴ്സണൽ ലോ പെർമിറ്റ് ചെയ്യുന്നത് വേറെ നിയമപ്രകാരം, ഒരു ജനറൽ നിയമപ്രകാരം തടയാൻ പറ്റുമെന്നൊരു ക്വസ്റ്റ്യൻ വന്നു. അപ്പം ഇത് ഇസ്ലാമിന് എതിരാണ് സ്ഥാപിക്കണം. എനിക്ക് അതായിരുന്നു ആവശ്യം. അപ്പൊ ഞാൻ ഫിഖ് സുന്ന എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഞാൻ ആ പുസ്തകത്തില് പെട്ടെന്ന് വായിച്ചു നോക്കുമ്പോൾ ഈ റസൂലിന്റെ മോള് ഫാത്തിമ ബീവിയെ ഭർത്താവിന് അലിക്ക് ഒരു വിവാഹാലോചന വരുന്നു. റസൂല് മിമ്പറിൽ നിൽക്കുമ്പോൾ ഒരാൾ പറയുന്നത് അലീനെ അദ്ദേഹത്തിന്റെ മോളെ കല്യാണം കഴിപ്പിക്കണം. അപ്പൊ റസൂല് പറഞ്ഞു, അലിക്ക് ഫാത്തിമ ഉണ്ടല്ലോ. അപ്പൊ ഫാത്തിമക്ക് ഒരു ഭർത്താവ് ഉണ്ടാകുമ്പോ പിന്നെ വേറെ വൈഫ് അലിക്ക് വേണ്ട. അതുകൊണ്ട് ഫാത്തിമ ഉണ്ട്, ഫാത്തിമ ഒഴിവാക്കിയിട്ട് അലി വേറെ കല്യാണം കഴിച്ചോട്ടെ എന്ന് നിലപാട് റസൂൽ എടുത്തു. ഈ പുസ്തകം എടുത്തിട്ട് കോടതിയിലേക്ക് പോയി. കോടതി പോയിട്ട് രമേശൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് മജിസ്ട്രേറ്റ്. ഇപ്പൊ അദ്ദേഹം സബ്ജക്റ്റ് ആയിട്ട് റിട്ടയർ ആയി. വടകര ആയിട്ടുള്ള ഒരാൾ, വടകര. അദ്ദേഹം എന്നെ വിളിക്കാറുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ഫാത്തിമ എന്ന് പറയുന്നത് പ്രവാചകന്റെ മകള് മാത്രമല്ല, ലോകത്തെ എല്ലാ മുസ്ലിം പെൺകുട്ടി ഫാത്തിമയാണ്. അതുകൊണ്ട് പ്രവാചകൻ ഇസ്ലാമിക ചര്യയിൽ പോലും ഭർത്താവ് ഭാര്യ നിലയ്ക്ക് വേറൊരു പെണ്ണിനെ കെട്ടാൻ വേണ്ടി പ്രവാചകൻ സമ്മതിച്ചില്ല. അത് മുസ്ലിം ലോക്ക് എതിരാണ്. എന്റെ ആർഗ്യുമെന്റ് ജഡ്ജിന് ഇഷ്ടമായി. അതേ ആ നിയമപ്രകാരം ഇവരുടെ 2ാം കല്യാണം നിരോധിച്ചു. ഞാൻ പറയുന്നത് ഇത് ഇസ്ലാമിനെ നമുക്ക് പോസിറ്റീവായിട്ട് വ്യാഖ്യാനിക്കാം വേണമെങ്കിൽ. നിങ്ങൾക്ക് 4 കെട്ടാൻ അവകാശം ഉണ്ട് എന്നുള്ള വ്യാഖ്യാനത്തിന് അപ്പുറം തന്നെ വളരെ പോസിറ്റീവ് ഫിഖ് സുന്നയിലെ കഥ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട കോടതിയിൽ ഓർഡർ വാങ്ങാൻ ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് എനിക്ക് അത്ര കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പം ഈ വിമർശനങ്ങളൊക്കെ ഞാൻ കാണുന്നത് ഈ സമുദായത്തിൽ ഇപ്പൊ നമ്മൾ 4 കെട്ടുക എന്ന് പറയുന്നത് തന്നെ, ആ ആയത്ത് പറയുന്നതിന് 1, 2, 3, 4 വരെ കല്യാണം കഴിക്കാം. തൊട്ട് പിന്നെ പറയുന്നുണ്ട് 2 ഭാര്യമാർ നിങ്ങൾക്ക് തുല്യത പാലിക്കാൻ കഴിയില്ല എന്നും പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് എന്റെ സ്പിരിറ്റ് എന്താ, ഒന്നേ പറ്റൂന്നാണ്. അത് ഉൾക്കൊണ്ടാൽ ഇപ്പൊ ഇന്ത്യയിലെ ഇപ്പൊ അറബിയൻ നാട്ടിലൊരു സംസ്കാരമല്ല. അറബിയിൽ ഭർത്താവ് 2 കെട്ടുന്നത് സ്ത്രീകൾക്കൊരു വിഷയമല്ല. അപ്പം നമ്മുടെ ഖദീജ മുംതാസിന്റെ ബർസ എന്ന് പറഞ്ഞ നോവലില് അവിടെ ഒരു കൺവേർട്ടായ ഒരു മുസ്ലിം സ്ത്രീ മക്കയിൽ ഡോക്ടറായി വർക്ക് ചെയ്യാണ്. അപ്പൊ അവരുടെ അടുത്ത് ഈ പ്രായമുള്ള മുസ്ലിം സ്ത്രീകള് ചെറിയ പെൺകുട്ടികളെയും കൂട്ടി പോരും. അവർക്ക് ഈ വെജനൽ ഇൻഫെക്ഷനോ മുറിയൊക്കെ ഉണ്ടാവും ഈ അവരുടെ ഗുഹ്യഭാഗത്തൊക്കെ. അപ്പൊ ഡോക്ടറോട് അവർ പറയും, ഇത് എന്റെ ഭർത്താവിന്റെ പുതിയ ഭാര്യയാണ്. അപ്പൊ ഡോക്ടറിനെ അത്ഭുതത്തോട് നോക്കും, ഭർത്താവിന്റെ പുതിയ ഭാര്യ? അതേ ഡോക്ടർ, അവർ പുതിയ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പ്രശ്നം, എനിക്കെന്ത് പ്രശ്നം, എനിക്ക് സമാധാനത്തോട് കിടന്നുറങ്ങാലോ. പ്രായമുള്ള സ്ത്രീകൾ പറയുന്നത് എനിക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാലോ, പുതിയ പെൺകുട്ടിക്ക് ഉപദ്രവം കിട്ടുമല്ലോ. ആ ഒരു മൈൻഡ് സെറ്റാണ് അറബിയിൽ മക്കയിലെ സ്ത്രീകൾക്ക്. ആ മൈൻഡ് സെറ്റ് അല്ല ഇന്ത്യയിലെ പെണ്ണുങ്ങൾക്ക്, കേരളത്തിലെ സ്ത്രീകൾക്ക്. ഇത് അവരെ ഡിഗ്നിഫൈഡ് ലൈഫിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ 2ാം കെട്ട് ഒരു നിലക്കും മുസ്ലിം സമുദായത്തിന്റെ സ്ത്രീകള് എല്ലാ കാലത്തും നമ്മളെ തലയുടെ മേലെ, ഒരു പെൺകുട്ടിയുടെ തലയുടെ മേലെ ഭർത്താവിന്റെ ഒരു വാളിങ്ങനെ കിടക്കുക, അയാൾ ഏത് സമയത്തിന് ഉപേക്ഷിച്ച് പോകുന്നതിന് വേറെ കല്യാണം കഴിയും, അത് തടയേണ്ടതുണ്ട്. അത് ഞാൻ ഉന്നയിക്കുന്ന വാദം ശരിയല്ല എന്ന് ഒരു മുസ്ലിം പണ്ഡിതനും പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്റെ അത് ഡെഡ് ലോ ആണ്. ഇപ്പം ലിയാഖത്തിന്റെ പരിചയത്തില് എത്ര മുസ്ലിം ആൾക്കാർ കല്യാണം കഴിച്ചിട്ടുണ്ട്? അല്ല, അത് ശരിയാണ്. ഞാൻ പറഞ്ഞത് ഇവിടെ നമ്മളിപ്പം ഷുക്കൂർ വക്കീല് ഈ മതത്തിനകത്ത് നിൽക്കുമ്പോഴും മതത്തെ ഉപയോഗിച്ചുകൊണ്ട് മതത്തിലുള്ള മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും എന്നെ സംബന്ധിച്ച് എനിക്ക് അതിനോട് ആശയപരമായിട്ട് ഐഡിയോളജിക്കലായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വിമർശനങ്ങളാണുള്ളത്. അപ്പം ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ, സാമൂഹികമായിട്ടുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലാത്തൊരു സ്ഥിതി, അത് നിയമ പോരാട്ടത്തിലൂടെയോ അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കരണത്തിലൂടെയോ വന്നാൽ നമുക്ക് ആ ഏരിയ പിന്നെ മറന്നേക്കാം എന്നുള്ളതാണ്. ഇപ്പം
അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ സാർവകാലികത, സാർവലൗകികത എന്നൊക്കെ പറഞ്ഞു വരുമ്പം അത് വേറെ ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള ഡിബേറ്റാണ്. ഞാൻ പറയുന്നത് ഷുക്കൂർ വക്കീൽ ഇപ്പോൾ ഈ പറഞ്ഞ പല കാര്യങ്ങളിലും മതപരമായി അതിൻ്റെ ഗ്രന്ഥങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഫിഖ്ഹ് സുന്നയിലും ഫത്വയിൽ മുനൊക്കെ മറിച്ച് നോക്കിയാൽ ഉംദക്കൻ്റെ കയ്യിലുണ്ട്. ഉംദക്ക മറിച്ച് നോക്കിയാൽ മാരകമായിട്ടുള്ള സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങളും നിയമങ്ങളും ഇന്നും മതത്തിൽ അനുവദിക്കപ്പെടുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ അത് നമ്മൾ നോക്കുമ്പോൾ പലതും നമ്മുടെ മുസ്ലിം പൊതുസമൂഹത്തിനകത്ത് ഇപ്പോൾ കാണാനില്ല. അത് കാലം കൊണ്ടുണ്ടാകുന്ന മാറ്റമാണ്. അപ്പോൾ ആ മാറ്റത്തിന് മതത്തിൻ്റെ ടൂൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന വക്കീലിനോട് നമുക്ക് എല്ലാ സമയത്തും ഈ പറയുന്ന ഇതിൻ്റെ അവശത അനുഭവിക്കുന്ന, ഇതിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരോടുള്ള സഹാനുഭൂതി മാത്രമാണ് മതവിമർശനത്തിൽ എന്നെ നയിക്കുന്നത്. ഷുക്കൂർ വക്കീൽ ഈ പോരാട്ടങ്ങളൊക്കെ നടത്തുന്നതിൻ്റെ പിന്നിലും അതേ പിന്നെ ഒരു ലക്ഷ്യമാണുള്ളത് എന്നുള്ളത് കൊണ്ട് ബാക്കി ആദർശത്തെ നമ്മളെ മതത്തെ ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹം വളർന്നിട്ടില്ല. ഒന്നാമത്തത്, എല്ലാ മനുഷ്യർക്കും ഒരു ആശ്രയം വന്നാൽ, ഇപ്പൊ അള്ളാഹുവിനോട് ഒരു കാര്യം പറയുമ്പോ അവർക്കൊരു ആശ്രയം കിട്ടുകയാണെങ്കിൽ അത് നിഷേധിക്കേണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പൊ ഇന്ന് എന്നെ ഭയങ്കരമായി ട്രോളി. ഇപ്പൊ എന്റെ അനിയൻ തൊട്ട് താഴെ ദുബൈന്ന് വിളിച്ചിട്ട് ഒരു മെസ്സേജ്, എടാ നീ ടെൻഷൻ അടിക്കണ്ട, നീ ഗൗരവത്തിൽ എടുക്കണ്ട. ഞാൻ പറയും അപ്പൊ ഓന്റെ കൺസേൺ ഓന്റെ ഏട്ടനാണ്. ഇപ്പൊ എന്റെ വൈഫ് ഇപ്പൊ എന്റെ കൂടെ ഇല്ല, അവര് കുറച്ച് ദൂരത്തെ വേറെ സ്റ്റേറ്റിലാണ്. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ല ഇങ്ങനെ ആൾക്കാർ എന്തൊക്കെ പറയും, ടെൻഷൻ വേണ്ട. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ജേർണലിസ്റ്റ് ഇപ്പൊ എറണാകുളത്ത് വിളിച്ചു, വളരെ സീനിയർ ജേർണലിസ്റ്റ്, ഞാൻ അടുത്ത സുഹൃത്താണ്. വക്കീല് അത് ടെൻഷൻ അടിക്കണ്ട, നമ്മളൊരു പോരാട്ടത്തിന്റെ മുമ്പിലല്ലേ. അപ്പൊ എനിക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ വിശ്വാസിയായ ഒരാൾക്ക് ഒരുപക്ഷെ ഈ ആശ്വാസം അജയത്തേക്കാൾ നല്ലത് പഠിച്ചോനെ നിന്റെ കതിർ ഇതായാലും. ഇപ്പൊ ഞാൻ കേസ് തോക്കുന്നത് വിശ്വാസിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം കതിറാണ്. അപ്പൊ വിശ്വാസിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം കതിറാണ്. ഇപ്പൊ ഷുക്കൂർ വക്കീൽ കേസ് തോക്കുന്നത് ഷുക്കൂർ വക്കീലിന്റെ മികവോ മേന്മയോ കൊണ്ടല്ല, അല്ലെങ്കിൽ കഴിവുകേടല്ല. ആ ജഡ്ജിന്റെ മനസ്സിൽ തോന്നിക്കുന്നത് ഈമാൻ കാര്യത്തിൽപ്പെട്ട കതിറിൽ ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കെന്തിന് ഭയപ്പെടണം? അള്ളാന്റെ കതിരല്ലേ കേസ് തോക്കുന്നതും ഈ എന്നെ ഇത്രയും ആൾക്കാർക്ക് വിളിക്കാനുള്ളത്. അതാണ് എന്റെ ആശ്വാസം. പിന്നെ ഞാൻ എന്തിനു ഭയപ്പെടണം? അത് നിങ്ങളുടെ വിശ്വാസം ആശ്വാസവും ഒക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകട്ടെ. കുറച്ചധികം സമയം, നമ്മൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സമയം ഞങ്ങളോട് ഈ കാര്യത്തിൽ വിശദമായിട്ട്, ഇപ്പം മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഞാൻ ഷുക്കൂർ വക്കീലിനോട് തർക്കിക്കാൻ ആഗ്രഹിക്കാത്ത വിഷയമാണ്. കാരണം ഓരോ രീതിയിൽ ഇപ്പോൾ മതത്തിനകത്തുള്ള ആളുകൾ തന്നെ മതത്തിന് ഒരു എന്താ പറയുക, അതിനകത്തൊരു വായു കയറണം എന്നാഗ്രഹിച്ച് മതത്തിനകത്ത് പ്രവർത്തിക്കുന്ന മൗലവിമാർ പോലും ഉണ്ട്. ഉദാഹരണമായിട്ട് മുസ്തഫ മൗലവിയൊക്കെ എൻ്റെ അടുത്ത സുഹൃത്താണ്. കാരണം അവരൊക്കെ പ്രവർത്തിക്കുന്നത് ഈ അർത്ഥത്തിലാണ്. ഈ മതത്തിൻ്റെയോ പൗരോഹിത്യത്തിൻ്റെയോ നിയമങ്ങൾ കൊണ്ട് അതിൻ്റെ കഷ്ടവും നഷ്ടവും അനുഭവിക്കുന്ന മനുഷ്യരുടെ പ്രയാസം ദൂരീകരിക്കുക എന്നുള്ളതാണ് എല്ലാവരും അതിൽ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത്തരം പ്രവർത്തനങ്ങളോടൊക്കെ എപ്പോഴും മനസ്സുകൊണ്ട് ഐക്യപ്പെട്ട് തന്നെയാണ് നിൽക്കുക. നമ്മളും ആരെങ്കിലും ഒരാൾ ഒരു ആശ്വാസത്തിന് വേണ്ടി ദൈവമേ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് അസ്വസ്ഥതയോ അസഹിഷ്ണുതയോ പ്രകടിപ്പിക്കുന്ന തരം യുക്തിവാദി അല്ലെങ്കിൽ നിരീശ്വരവാദിയായിട്ട് ഞാൻ എന്നെ എവിടെ അടയാളപ്പെടുത്താറില്ല. ഈ മതം ആ മതത്തിൻ്റെ അനുയായികൾക്കും കൂടെ ജീവിക്കുന്ന ഇതര സമൂഹങ്ങൾക്കും സമുദായത്തിലും മൊത്തത്തിൽ സമാധാനത്തിനും ശാന്തിക്കും അല്ലാത്ത രീതിയിൽ ഇടപെടുന്ന ഏതെങ്കിലും മേഖലകളുണ്ടോ, നിയമങ്ങളുണ്ടോ, അവകാശവാദങ്ങളുണ്ടോ? ഇതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്ന പ്രശ്നം. ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ പോലും അതിൻ്റെ സോഷ്യൽ പൊളിറ്റിക്കൽ ആംഗിളിൽ നിന്നിട്ടുള്ള വിമർശനമാണ്. അതിൻ്റെ ആത്മീയത, പിന്നെ ഒരാളുടെ ആശ്വാസം, വിശ്വാസം, ഇബാദത്തുകൾ, ആരാധനയിലൊന്നും ഞാൻ കൈവച്ച് അതിൻ്റെ ശരി തെറ്റ്, അതിൻ്റെ അയുക്തി അതൊന്നും പറയാറില്ല. കാരണം അത് നമ്മുടെ മാറ്ററല്ല, അത് വ്യക്തിപരമായിട്ട് ഓരോ ആളുകളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. എപ്പോഴും ഒരു യുക്തിവാദി അല്ലെങ്കിൽ സ്വതന്ത്രചിന്തകൻ എന്ന് പറയുന്നത് ഒരാളുടെ വിശ്വാസത്തെയും വിശ്വാസരാഹിത്യത്തെയും ഒരുപോലെ ബഹുമാനിക്കാൻ കഴിയുന്ന ആളായിരിക്കണം. അതേ സമയത്ത് ഇത് മാത്രമാണ് ശരിയെന്നും ഇതല്ലാത്തതെല്ലാം തിന്മ എന്ന് പറഞ്ഞിട്ട് പ്രചാരണം നടത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ അവരുടെ വാദങ്ങൾക്ക് മറുപടി. ഒരു ജനാധിപത്യ സമൂഹത്തില് ഡയലോഗാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് ചർച്ച നടത്താനും പരസ്പരം ബഹുമാനത്തോടുകൂടി സംസാരിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ലാന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നമ്മളൊരു താലിബാൻ അല്ലല്ലോ. ഇപ്പൊ ബംഗ്ലാദേശിലെ അവസ്ഥ നമുക്കറിയാം. ബംഗ്ലാദേശിലെ എന്താ ഇപ്പോഴത്തെ അവസ്ഥ? നമ്മൾ ഞെട്ടിക്കുന്ന അവസ്ഥയാണ്. അവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റിപ്പെട്ടവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നിട്ടുണ്ട്. നമ്മുടെ ഇപ്പം ഷെയ്ഖ് ഹസീന ആ രാജ്യം വിട്ട സമയത്ത് അവിടെ വലിയ അരാജകത്വമാണ്. ഹിന്ദു കമ്മ്യൂണിറ്റിപ്പെട്ടവർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നമ്മൾ തീർച്ചയായും ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ വലിയ ബാധ്യത അവിടുത്തെ ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പുവരുത്താമെന്ന് വിചാരിക്കുന്ന ഒരു ഇസ്ലാമത വിശ്വാസിയാണ് ഞാൻ. തീർച്ചയായിട്ടും. ഇപ്പൊ ഈ ദുരന്തത്തിന്റെ കാര്യം പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മതനിഷേധികൾ ദൈവത്തെ തിരയുന്നു എന്ന് പറഞ്ഞിട്ട് വിലപിക്കുന്ന മതവിശ്വാസികളുടെ ചില ആളുകൾ അവർ നടത്തിയിട്ടുള്ള
അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായിട്ടുള്ള ചില പ്രസംഗങ്ങൾ ഞാൻ അതിനോട് പ്രതികരിക്കേണ്ട ഗതികേട് എനിക്കുണ്ടായി. കാരണം എന്താ വെച്ചാൽ ആ ദുരന്തത്തിൽ മണ്ണിനടിയിൽപ്പെട്ട് മരിച്ചുപോയ മനുഷ്യരിൽ അവർ വിശ്വസിച്ചവരാണോ അവർക്ക് ഭയപ്പെടാനില്ല, അവർ സ്വർഗത്തിൻ്റെ അനുഭൂതികൾ ആസ്വദിക്കുകയാണ് എന്ന് പരസ്യമായി പ്രസംഗിക്കുകയും അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നതിനോളം വൃത്തികേട് സത്യമാണ്. ഞാൻ പൂർണ്ണമായും ലിയാഖത്തിന്റെ വാത്തോട് യോജിക്കുന്നു. അത്തരം നികൃഷ്ട ജീവികൾ ഈ മതം വിറ്റ് ജീവിക്കുന്നവർ വലിയൊരു അപകടം തന്നെയാണ്. പ്രത്യേകിച്ച് ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്നതിൽ എം അക്ബർ, അതുപോലെ തന്നെ മുജാഹിദ് ബാലുശ്ശേരി, ഇവരൊക്കെ ഉണ്ടാക്കുന്ന ഡാമേജ് ഞാൻ ഉൾക്കൊള്ളുന്നത് വലിയ അപകടം തന്നെയാണ്. മുസ്ലിം സമുദായത്തെ അപരവൽക്കരിക്കുന്നതിലും ഇതര സമുദായങ്ങളിൽ നിന്ന് മോശക്കാരായി ചിത്രീകരിക്കുന്നതിലും ഇവരുടെ പങ്ക് വളരെ വലുതാണ്. അത് സമുദായം തിരിച്ചറിയുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും അതിലേക്കുള്ള സമൂഹത്തെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ ഉണർത്തുക എന്നുള്ളത് കൂടിയും എൻ്റെ മതവിമർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രീമിസ്റ്റ് വഹാബി നിലപാടെടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പരസ്യമായി വന്നിട്ട് നമ്മളുടെ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു മതസൗഹാർദ്ദ അന്തരീക്ഷത്തിന് കത്തിവെക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, മുസ്ലിം വിഭാഗത്തോട് മറ്റുള്ളവർക്ക് ഒരു എന്താ പറയുക, ഒരു സംശയം ജനിപ്പിക്കുന്ന തരത്തിൽ പ്രസംഗിക്കുന്ന ഇസ്ലാം മത പണ്ഡിതന്മാർ, ഇത്തരം ആളുകളെയൊക്കെ നമ്മൾ തെരഞ്ഞുപിടിച്ച് ലൈവ് റോസ്റ്റിംഗ് എന്ന് പറയുന്ന പരിപാടിയിലൂടെ അവരുടെ വാദങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് തന്നെ അതിന് മറുപടി പറയുകയും അതിന് ശക്തമായ രീതിയിൽ അതിനെ അതിനെ എന്താ പറയുക വിമർശിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവർത്തനം അതെൻ്റെ ഭാഗത്ത് നടക്കുന്നു. എന്തായാലും വക്കീലിൻ്റെ ഇത്തരം സാമൂഹ്യ നന്മകൾ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ വിജയം കാണട്ടെ. എല്ലാവിധ ആശംസകളും. ഞങ്ങളോട് സംസാരിക്കാൻ തയ്യാറായി വന്നതിന്, ഇത്രയും സമയം ചെലവഴിച്ചതിന് നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും വേണ്ടി, കേൾവിക്കാർക്ക് എല്ലാവർക്കും വേണ്ടി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.